ഇവിടെ ഒരു വൈഫ് അവളുടെ ഹസ്ബൻഡ് വീട്ടിലില്ലാത്ത സമയം അവളുടെ കാമുകനെ വീട്ടിലേക്ക് വിളിച്ചു കയറ്റുന്നു. എന്നാൽ ഒട്ടും പ്രതീക്ഷിക്കാതെ അങ്ങോട്ട് അവളുടെ ഹസ്ബൻഡ് പെട്ടെന്ന് കയറി വരും. അപ്പോൾ ഉടനെ അവൾ കാമുകനെ റൂമിൽ ഒളിപ്പിക്കുകയും പിന്നീട് ഹസ്ബൻഡുമായിട്ട് റൊമാൻസ് ചെയ്യാനെന്ന് കള്ളം പറഞ്ഞ് അയാളുടെ കണ്ണ് രണ്ടും കെട്ടിയിട്ട് ഈ തക്കത്തിന് റൂമിലുള്ള കാമുകനോട് അവിടെ നിന്ന് പുറത്തു പോകാനായിട്ട് പറയുന്നു. അങ്ങനെ പുറത്തു പോയി അവന് അവിടെ വെച്ചിരുന്ന ഹസ്ബൻഡിന്റെ പെട്ടി മാറ്റിയെടുത്തോണ്ടാണ് അവിടെ നിന്ന് പോകുന്നത്. പക്ഷേ ആ ഹസ്ബൻഡ് ഒരു ഗാങ്സ്റ്റർ ആയിരുന്നു. കുറച്ചു മുൻപ് ഒരു ഗ്യാങ്ങുമായിട്ട് തല്ലുകൂടി അവരുടെ അടുത്ത് നിന്ന് ഗോൾഡ് കട്ടികൾ എടുത്തോണ്ടാണ് അയാൾ വീട്ടിലേക്ക് വന്നത്. ആ ബാഗ് മൊത്തം ഗോൾഡ് കട്ടികളായിരുന്നു. അങ്ങനെ വീട്ടിലെത്തിയ കാമുകന് ആ ഗോൾഡ് എല്ലാം കാണുന്നു. ഇതേ സമയം ആ ഗോൾഡ് അന്വേഷിച്ച് രണ്ട് ഗാങ്സ്റ്റേഴ്സ് വീട്ടിലേക്ക് വരികയും അവർ വൈഫിനെ പിടിച്ചു വെച്ചിട്ട് ആ ഗോൾഡ് തന്നില്ലെങ്കിൽ ഇവളെ കൊന്നു കളയുമെന്ന് ഹസ്ബൻഡിനെ ഭീഷണിപ്പെടുത്തുന്നു. ഇത് കേട്ട ഹസ്ബൻഡ് എനിക്ക് ഗോൾഡിനേക്കാൾ ഇമ്പോർട്ടന്റ് എന്റെ ഭാര്യയാണെന്ന് പറഞ്ഞ് പെട്ടിയിൽ ഗോൾഡ് ഉണ്ടെന്ന് അവരോട് പറയുന്നു. എന്ന് പെട്ടി തുറന്ന് നോക്കുമ്പോൾ അതിൽ ഗോൾഡ് ഒന്നും തന്നെ ഇല്ലാത്തത് കണ്ട് ദേഷ്യം വന്ന ഗാങ്സ്റ്റർ ഗോൾഡ് എവിടെയെന്ന് ചോദിച്ച് വൈഫിനെ കൊല്ലാനായിട്ട് വരും. അപ്പോൾ പേടിച്ചു പോയ വൈഫ് ഗോൾഡ് എവിടെയുണ്ടെന്ന് എനിക്കറിയാമെന്നും അതെന്റെ കാമുകൻ എടുത്തോണ്ട് പോയിട്ടുണ്ടാവുമെന്നും പറയുന്നു. ഇത് കേട്ട ഹസ്ബൻഡ് ശരിക്കും ഷോക്കായി പോകുന്നു. അങ്ങനെ ഗാങ്സ്റ്റർ അവളെയും കൂട്ടി കാമുകന്റെ വീട്ടിലേക്ക് പോയി ആ സ്വർണം ആവശ്യപ്പെടുന്നു. അല്ലെങ്കിൽ ആ ഗാങ്സ്റ്റേഴ്സ് അവളെ കൊല്ലുമെന്നും അവള് ആ കാമുകനോട് പറയുന്നു. എന്നാൽ ഇതൊന്നും കേട്ട അവന് ആ ഗോൾഡ് അവൾക്ക് കൊടുക്കാനായിട്ട് തയ്യാറായില്ല. സ്വർണം കിട്ടി അവന് ഇനി അവളുമായിട്ട് ഒരു ബന്ധമില്ലെന്ന് പറഞ്ഞ് അവൾ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നു. പിന്നീട് അവനെ അടിച്ചിട്ട് ആ ഗാങ്സ്റ്റർ ഗോൾഡ് എടുത്തോണ്ട് വരുന്നു. എന്നാൽ പിന്നീട് നമ്മുടെ നായകനായ ഈ ഹസ്ബൻഡ് അയാളെ അടിച്ചിട്ടിട്ട് ആ ഗോൾഡ് എല്ലാം കൈക്കലാക്കും. സോ ഇപ്പൊ ഹസ്ബൻഡിന്റെ കയ്യിൽ കുറെ പണം ഉണ്ടെന്ന് കണ്ട ഇവള് ആ പണത്തിന് മോഹിച്ചുകൊണ്ട് ഇവനോട് കുറെ സോറി പറയുകയും അവനെ സോപ്പിടാനായിട്ട് അവന്റെ അടുത്തേക്ക് പോകുന്നു. എന്നാൽ എത്ര സ്നേഹിച്ചിട്ടും തന്റെ വില മനസ്സിലാക്കാത്ത ഈ ഭാര്യയെ അവൻ ഇനി വേണ്ടെന്ന് പറയുകയും അവളെ ഡിവോഴ്സ് ചെയ്യാണെന്ന് പറഞ്ഞ് ആ വീട്ടിൽ നിന്ന് അവൻ ഇറങ്ങി പോകുന്നു.